ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതേ കുറേ നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 2 ആഴ്ചയെന്ന് തോന്നുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എന്താ പറയുക, നമ്മുടെ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഓരോ സിറ്റുവേഷൻസ് നമുക്ക് മാറി മാറി വരുമ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കണമായിരുന്നു. അപ്പോൾ അത് എല്ലാം സെറ്റായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ഓർത്തു അതൊക്കെ ഓരോ വഴിക്ക് നടക്കുമല്ലോ, ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാലല്ലേ മുന്നോട്ട് പോകുള്ളൂ എന്നൊരു ചിന്ത വന്നപ്പോൾ ഞാൻ ഓർത്തു വീഡിയോസ് ഇന്നൊന്നും ചെയ്ത് നോക്കാം എന്നോർത്ത് അങ്ങനെ എടുത്ത്. അപ്പോൾ ഇത് കുറച്ച് രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ചായയൊക്കെ വെച്ചു. ദോശക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. എനിക്ക് ദോശയൊക്കെ അരച്ച് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വരെ ഞാൻ ഒപ്പിക്കാറുണ്ട്. ഞാനും ഇമ്പ്രൂവും മാത്രമേ രാവിലെ ഉള്ളെങ്കിൽ കൂടുതലും ഇമ്പ്രൂവിന് ഭയങ്കര ഇഷ്ടമാണ് ദോശയും സാമ്പാറൊക്കെ. ഞാൻ സാമ്പാർ കൂട്ടി വെക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇക്ക മീൻ മേടിച്ചിട്ടുണ്ടെന്ന്. മീനൊന്നും കിട്ടണില്ല നല്ലത്. അപ്പോൾ ഇക്ക ഇന്ന് കിട്ടിയപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മുറിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ഉണ്ടാവണം, ഒരു 9 മണിയാകാണ്ട അങ്ങനെയൊക്കെ ആയി. അപ്പോൾ രാവിലെ എൻ്റെ മീൻ വെള്ളം ഒഴിച്ചിട്ടാൽ അയറുമ്പോൾ ഉറങ്ങുന്ന ടൈം ആകുമ്പോഴേക്കും ഐസൊക്കെ പോകും, അതാണ് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ദോശമാവുണ്ട്. ഇന്നലെ സാമ്പാർ വൈകുന്നേരം ഉച്ചക്കും വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ സാമ്പാറിന് ആയിരിക്കും എന്നുള്ള മൈൻഡിൽ സാമ്പാർ വെച്ചത്. അപ്പോൾ രാവിലെ വന്നപ്പോൾ ഇറച്ചി മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിക്കറി ഉള്ള കാരണം സാമ്പാർ രാവിലത്തെ കൂട്ടൽ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് പിറ്റേ ദിവസം വേണമല്ലോ ദോശക്ക്. അപ്പോൾ ചൂടാക്കി അപ്പം ചൂടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ ആകുമ്പോൾ പിന്നെ ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇമ്പ്രൂവിനും എനിക്കും മാത്രമേ ചായ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇമ്പ്രൂവിനും അയറുമാക്കും എനിക്കും. ഇക്ക എണീറ്റിട്ടില്ല, ഇക്ക നൈറ്റ് വൈകിയാണ് വന്നതല്ല. അപ്പോൾ പിന്നെ വൈകി എനിക്കുള്ളായിരിക്കും, വൈകി ഒന്ന് പോകാൻ ചാൻസുള്ളൂ. അപ്പോൾ ഇക്കാക്ക് ചായ വെച്ചില്ല. അപ്പോഴത്തേക്കും എനിക്കുള്ള ചായ വെച്ച് ജനലൊക്കെ തുറന്നിട്ട് പുറത്ത് നല്ല മഴയുണ്ട്. രാത്രിയൊക്കെ നൈസ് നല്ല മഴയായിരുന്നു. പിന്നെ രാവിലെയും ചെറുതായിട്ട് പൊടിഞ്ഞും പിടിച്ചൊക്കെ ഇരിക്കുന്നതാണ്. വെയിലങ്ങനെ ഉദിച്ചിട്ടില്ല. ഇന്നലെ കുഴപ്പമുണ്ടായില്ല, വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായക്കൊക്കെ വെച്ചു. ബൂസ്റ്റ് ഞാൻ മേടിച്ച് നോക്കിയതാണ് കുപ്പി. സാഷ പോലത്തെ 5 രൂപയുടെ മേടിക്കാറ്, മാല പോലെ മേടിക്കും. പക്ഷേ ഇപ്പം അതിലും കുറവാണ്. അപ്പം ഞാനൊന്ന് ബഡ്ജറ്റ് വൈസ് നോക്കാമെന്ന് ഓർത്തിട്ട് വാപ്പിച്ച് മേടിച്ചെന്നാണ് കേട്ടോ കുപ്പി. അപ്പം എന്നുവെച്ചാൽ ഇത്ര ദിവസം കൊണ്ട് എത്ര രൂപ ആവും നോക്കാമല്ലോ എന്നും കൂടി ഒന്ന് ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഞാൻ ചായ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇമ്പ്രൂവിന് വിളിക്കാൻ പോയതാണ്. ഫസ്റ്റ് ഇറങ്ങിയിട്ട് വന്നത് അയറുമ്മയുണ്ട്. അയറുമ്മക്ക് തോന്നണം, അല്ലെങ്കിൽ അയറുമ്മ ഒറ്റക്ക് പല്ലേക്കും, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പല്ലേക്കാൻ നിന്നരും അങ്ങനെ. അപ്പോൾ ഇന്ന് പല്ലേക്കാൻ വേണ്ടി അയറുമ്മ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അയർമാനെ പല്ലേച്ചനെ അയറുമ്പോൾ ചായയും കുടിച്ചൊരു പാത്രമുണ്ടാവും. ഇമ്പ്രൂവിനെ എണീപ്പിച്ചുമ്പോൾ പല്ലേക്കാൻ അവിടേക്കും ചായ കുടിക്കാൻ ഇവിടേക്കും അങ്ങനെ താങ്ങി തൂങ്ങി അവനെ നിൽക്കണത്. അല്ലാത്ത ദിവസം വല്ല ആരെയും കളിക്കാൻ വിളിക്കണമെങ്കിൽ അവൻ വേഗം എല്ലാം ചെയ്യും. അയറുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അയറുമ്മക്ക് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയെ നോക്കി ചെയ്യണതൊക്കെ. സെയിം സ്വഭാവം തന്നെയാണ് ഇമ്പ്രൂവിനും ക്യാമറ കണ്ടുകഴിഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്യുന്നത്. ഇന്ന് വീഡിയോയിൽ ഇമ്പ്രൂവ് ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അയറുമ്മ എന്തോ പറഞ്ഞു, അപ്പോൾ ചിരിക്കണേണ്ട്. അപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അയറുമ്മ ഇരിക്കണ ഗ്യാപ്പാണല്ലോ. അപ്പം നമ്മൾ ഈ മഴ നോക്കി അപ്പോൾ അയറുമ്മ എന്നെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്ന് അപ്പോഴേക്കും ദോശയൊക്കെ ഇമ്പ്രൂവിനെ എണീപ്പിച്ചിട്ട് ചായയൊക്കെ കൊടുത്തപ്പോഴേക്കും ഞാൻ ചായ കൊടുക്കാൻ ഇമ്പ്രൂവിൻ്റെ ചായയാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ പല്ലേക്കണുള്ളൂ. അപ്പോൾ ഇമ്പ്രൂവ് പല്ലേ ചെയ്യുമ്പോഴേക്കും ചായ കൊടുക്കണം. അതേ സാമ്പാറിന് തണുപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതേ ചൂടാക്കാൻ വെച്ച് ഇക്കായ എണീറ്റപ്പോൾ ഇക്കാക്ക് ചായ വെച്ചു. ദോശമാവിന് ഇന്നത്തേക്കും കൂടി ഉള്ളൂ രാവിലത്തേക്ക്. അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചപ്പോഴേക്കും ദോശക്കല്ല് ചൂടാകാൻ വെച്ച് ചട്ടി ചൂടാണ് ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്ത് ഇമ്പ്രൂവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറും പാത്രം ചോറുണ്ടാകാറുണ്ട്. സ്കൂളിൽ നിന്നായിട്ട് ചോറ് കഴിക്കാറ്. അപ്പോൾ ചോറും പാത്രവും സ്നാക്സ് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുത്തുവിട്ടാൽ മതി. അപ്പോൾ സ്നാക്സും കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റായിട്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും അതൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ അതൊന്നും പാടില്ല. ഇമ്പ്രൂവ് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, പുറകിൽ ഇങ്ങനെ വേണ്ടിയിട്ടാണ് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയാലും കുളിച്ചിട്ട് അടക്കളയിലേക്ക് വരുള്ളൂ തോർത്ത് കൊടുത്തുണ്ട്. അവിടെ വന്ന് എൻ്റെ വായിരിക്കുന്ന ചീത്തയൊക്കെ കേട്ടുമ്പോഴേ പിന്നെ പോവുള്ളൂ. അപ്പോൾ മിക്സറായിട്ട് എടുക്കണം. രാവിലെ തന്നെ ഒരാൾ എനിക്കപ്പോൾ പാത്രം കണ്ടപ്പോൾ തന്നെ മിക്സറെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ല, എന്തൊക്കെയോ പറഞ്ഞു വെച്ചു. അപ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ താത്താമത്തായിട്ട്. അപ്പോൾ എനിക്കും വേണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ചെറിയ വാതിൽ അയർമാർക്ക് ഇട്ടുകൊടുത്തു. പിന്നെ അത് ഇട്ടുകൊടുത്ത് തുടങ്ങുമ്പോൾ ഇരുന്ന് പിന്നില്ലെങ്കിൽ ചിലപ്പോൾ താഴത്തെങ്കിലും ഇട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നോളും. അപ്പോൾ അയർമാർക്ക് അത് കൊടുത്തു വിട്ടു. അപ്പോഴേക്കും ഇമ്പ്രൂവ് എനിക്ക് ടവൽ കൊണ്ടുവന്ന് തന്നിട്ട് സ്കൂളിൽ ടവൽ കൊണ്ടുപോകണം, എല്ലാവരും കൊണ്ടുതന്നെ നിർബന്ധമാണ്. അപ്പോൾ ഇമ്പ്രൂവിൻ്റെ ടവലൊക്കെ കെട്ടിക്കൊടുത്തിട്ട് വെള്ളം കുപ്പിയൊക്കെ നിറച്ച്
ഉമ്പൂൻ്റെ കാര്യം സെറ്റാക്കി വെച്ചാൽ അത്ര നേരം മുമ്പ് എപ്പോഴും കറി കൊണ്ടുപോകാറില്ല. വല്ലപ്പോഴും ഉമ്പൂന് തോന്നിയ ഉമ്പു അത് സോയാബീനും പപ്പടവും മാത്രമേ ഇപ്പം അങ്ങനെ കൊണ്ടുപോകുള്ളൂ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, മുട്ട പൊരിച്ചത് കൊണ്ട് ഇപ്പോൾ അതൊന്നും കൊണ്ടുപോകണം. ഇപ്പോൾ എനിക്ക് വലുതാവണമല്ലോ, ഓരോരോ മാറ്റങ്ങളുണ്ടാവുമല്ലോ മക്കൾക്ക്. അപ്പോൾ അതേ ദോശയൊക്കെ ഒഴിച്ച് വെച്ച് ഞാനത് കൊണ്ടുപോയി ഉംബ്രൂന് കൊടുത്തു. ഉംബ്രു അപ്പോൾ പറഞ്ഞ് ഞാൻ എടുത്തു വെക്കാം അമ്മേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ദോശ ഇടുന്ന വീഡിയോ എടുക്കുന്നതാണല്ലോ. അപ്പോൾ ഉംബ്രു പറഞ്ഞ് ഞാൻ ഫോൺ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ എടുത്ത് വെക്കണ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടത്. അവിടെ നായറുമ്പോൾ ചെറിയ പറക്കി തിന്നുന്നുണ്ട്. ഉംബ്രു ഇതേ ബാഗ് എടുത്ത് ചോറ് പാത്രമൊക്കെ എടുത്ത് വെക്കണം. ഇപ്പോൾ എപ്പോഴും കാണുന്നതുകൊണ്ട് അറിയുമ്പോൾ ഇതെല്ലാം നോക്കിയാണ് ചെയ്യണത് വീഡിയോയിൽ. പിന്നെ മക്കളൊറ്റൊക്കെ ചെയ്ത് പഠിക്കണമല്ലോ. ഈ ഉഷാർ എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉംബ്രു തിന്നായിരിക്കും മുമ്പൂന് എന്തോ ഇടയ്ക്കിടയ്ക്ക് വന്ന മുഖഭാവം ഉണ്ടത്. പിന്നെ അയറുമ്മാവ് എന്ത് വെച്ച് കൊടുക്കണതാണ്. അയറുമ്മാക്ക് ചുറ്റ് കൊടുത്തിട്ടുണ്ട് പൂച്ചേൻ്റെ ഷേപ്പിലൊക്കെ. പക്ഷേ അയറുമ്മ അതൊന്നും കഴിക്കില്ല. അതൊക്കെ കിളി ഉംബ്രൂൻ്റെ വായിലാണ് വെച്ച് കൊടുക്കാൻ നോക്കണത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയൊക്കെ ദോശ വെച്ച് കൊടുക്കണം. ഉംബ്രൂനെ വിളിക്കണേണ് ബാ ഉണ്ട വരാമെന്ന് പറഞ്ഞ് വിളിക്കണേട്ടാ. ഉംബ്രൂന് ചില സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു വയറുവേദന വരും. അത് കാണുമ്പോൾ എനിക്ക് പിന്നെ ഭ്രാന്ത് വരും. പിന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. വാപ്പി എന്നെ ചോദിച്ചിരുന്നു എന്താണ് ഇവിടെ ഒച്ചപ്പാടും ബഹളം ഓണല്ലേ രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പി വന്നു. പിന്നെ ഉംബ്രൂനെ വേഗം തീറ്റിച്ച് ഉംബ്രു വായൊക്കെ കൊപ്പിച്ച് വന്നപ്പോഴേക്കും ഉംബ്രൂൻ്റെ യൂണിഫോമൊക്കെ ഞാൻ തേച്ച് ഉംബ്രൂന് യൂണിഫോമൊക്കെ ഇട്ടു. അപ്പോൾ അത് ഉംബ്രു ഫുൾ ടൈം ക്യാമറയില്ല. അപ്പോൾ ഉംബ്രു ഇതേ ബെൽറ്റൊക്കെ ഇട്ട് ഞാൻ എണ്ണ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഇതേ സ്കൂളിലെ പേരുണ്ടല്ലോ ബെൽറ്റിൽ അത് കാണിക്കാൻ വേണ്ടിയുള്ളത് അത്രപ്പാടെ കാട്ടണം. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ പറ്റി കൊണ്ടുവന്ന് ഉംബ്രുവിന് അയറുമാക്ക് ഉടുപ്പിട്ട് കൊടുത്ത് വാപ്പിയാണ് ഇത് കൊണ്ടാക്കണത്. വാപ്പി ഉംബ്രു സ്കൂളിൽ പോകണതിന് സന്തോഷം അയറുമാക്ക് എന്ന് വെച്ചാൽ കൊണ്ടാക്കുമ്പോൾ അവർക്കൊരു കറക്കമാണത്. അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മുന്നോട്ട് വീഡിയോസ് ഇടണമെന്നാണ് മനസ്സിൽ കരുതി വയ്ക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ ബൈ.